ഇത് നമുക്ക് ഈസ്റ്റർ സ്പെഷ്യൽ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാൻ തേങ്ങി നോക്കാം. ഞാനിവിടെ 1/2 കിലോ മട്ടൺ എടുത്തിട്ടാണ് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇതേപോലെ 1/2 കിലോ മട്ടൺ എടുത്തിട്ട് സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് 10 അല്ലെങ്കിൽ ഒരു 12 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുണ്ടാവും. ഈ സ്റ്റൂ ബ്രെഡിന്റെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിന്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ 1 കിലോ മട്ടൺ വാങ്ങിച്ചിട്ട് നമ്മളിപ്പോൾ കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അധികം ഒന്നും കഴിക്കാനുണ്ടാവില്ല. പക്ഷെ 1/2 കിലോ മട്ടൺ വെച്ചിട്ട് സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ബാക്കിയുള്ള സ്റ്റൂവിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ ഈസ്റ്ററിന് അപ്പത്തിന്റെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിന്റെ കൂടെയൊക്കെ മട്ടൺ സ്റ്റൂ കഴിക്കുമ്പോൾ. അപ്പൊ ഈസ്റ്ററിന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈസ്റ്റർ കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മിയ കിച്ചന്റെ ഹാപ്പി ഈസ്റ്റർ. ഇന്നിപ്പോൾ ഇവിടെ പെസഹ വ്യാഴാഴ്ചയാണ്. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെ മലയാളം പള്ളിയുണ്ട്. അപ്പോൾ വൈകിട്ട് പള്ളിയിൽ പെസഹ വ്യാഴാഴ്ചയിലെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നാളെ ദുഃഖവെള്ളിയാഴ്ചയും പള്ളിയിൽ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ശനിയാഴ്ച തുടങ്ങിയിട്ട് ഈസ്റ്ററിന്റെ തിരക്കൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ മട്ടൺ സ്റ്റൂ ആക്കാന്ന്. മട്ടൺ സ്റ്റൂ റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. വേണ്ടിയിട്ട് 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. മട്ടൻ്റെ പീസുകൾ ഇതേപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട്, അത്യാവശ്യം കുറച്ച് ഫാറ്റുള്ള മട്ടനായിരിക്കും ഇതേപോലെ സ്റ്റൂ വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഫാറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫാറ്റൊന്നും ഒരുപാട് മാറ്റിക്കളയണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കഷ്ണങ്ങൾ ചേർക്കും. അതിന് വേണ്ടിയിട്ട് 3 വലിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ്, അത് രണ്ടും ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉരുളൻകിഴങ്ങാണ് കൂടുതൽ എടുത്തേക്കുന്നത്. ക്യാരറ്റ് ഉരുളൻകിഴങ്ങിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. പിന്നെ ഫ്രഷ് പീസ് വേണം. ഇത് നമ്മുടെ ഉണങ്ങിയിട്ടുള്ള ഗ്രീൻ പീസ് അല്ല, ഇതേപോലെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതിനൊന്നല്ലെങ്കിൽ ഈ ഫ്രോസൺ പീസ് എന്ന് പറയും. കാരണം ഇത് നമ്മൾ കടയിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഫ്രീസറിലായിരിക്കും ഇതിരിക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ഇതിങ്ങനെ വെന്തേക്കണതാണിത്. അപ്പോൾ മറ്റേ ഉണങ്ങിയിട്ടുള്ള ഗ്രീൻ പീസ് ചേർക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിങ്ങനെ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾ ഉണങ്ങിയിട്ടുള്ള ഗ്രീൻ പീസ് ചേർക്കരുത്. കാരണം ആ ഉണങ്ങിയിട്ടുള്ള ഗ്രീൻ പീസിന് കൊഴുപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റൂവിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റൂവിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ സാധാരണ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇത് ഞാനിവിടെ ഒരു 3 പിടി എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വെജിറ്റബിൾ ബിരിയാണിയുടെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ വെജിറ്റബിൾ ബിരിയാണിയിലും ഞാൻ ഈ ചേർക്കുന്നത് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള പീസാണ് ഞാൻ ചേർക്കുന്നത്. അത് ഞാൻ അതിനകത്ത് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്കറിയില്ലായിരുന്നു. അവർ ചേർത്തത് നമ്മുടെ ഉണങ്ങിയിട്ടുള്ള ഗ്രീൻ പീസാണ് ചേർത്തത്. അവർ പറഞ്ഞു അത് ബിരിയാണിയിൽ ഇട്ടിട്ട് വെന്തില്ല, പിന്നെ ലാസ്റ്റ് അത് ബിരിയാണിയിൽ നിന്ന് അതൊക്കെ എടുത്ത് പറക്കി കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് ചേർക്കാം. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ അത്യാവശ്യം നല്ല എരിവുള്ള 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളകിൻ്റെ പൊടിയൊന്നും ചേർക്കണില്ല. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളകിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് അത്യാവശ്യം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കണം. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് എടുക്കണം. പച്ചമുളക് 2ആയിട്ട് കീറിയിട്ട് എടുക്കണം. പിന്നെ സവോള വേണം. സവോള ഞാനിവിടെ 3 മീഡിയം സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ സവോളയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 വലിയ സവോള എടുക്കുക. സ്റ്റൂവിലേക്ക് സവോളയ്ക്കും കുറച്ച് കൂടുതൽ വേണം. അപ്പോഴായിരിക്കും സ്റ്റൂവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മല്ലിപ്പൊടി വേണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുളകിൻ്റെ പൊടിയും ചേർക്കില്ല, മഞ്ഞൾപ്പൊടിയും ചേർക്കണില്ല. പിന്നെ കുരുമുളകിൻ്റെ പൊടിയും വേണം, ഗരം മസാലയും വേണം. പിന്നെ കറിവേപ്പിലയും ചേർക്കണം. എൻ്റെ അടുത്ത് അധികം കറിവേപ്പിലയില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കറിവേപ്പിലേക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 2 ചെറിയ തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. നിങ്ങൾ വലിയ തേങ്ങ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 തേങ്ങ എടുക്കുക. ഞാനിവിടെ 2ാം പാല് 3 കപ്പ് എടുത്തിട്ടുണ്ട്, 1ാം പാല് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് തേങ്ങ പിഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും പിഴിഞ്ഞിട്ട് എടുക്കുന്ന പാലാണ് 1ാം പാല്. ആ പാല് കുറച്ച് നല്ല കട്ടിയായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് 1ാം പാല് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ആ തേങ്ങാപ്പീരയിലേക്ക് നമ്മൾ 2ാമതും കുറച്ചും കൂടി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് 2ാമത് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് 2ാം പാല്. 2ാം പാല് 3 കപ്പും 1ാം പാല് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതങ്ങനെ കൃത്യമായിട്ട് തന്നെ കറക്റ്റ് ഇത്രയ്ക്ക് അളവ് വേണമെന്നില്ല. നമ്മുടെ ഒരു ഏകദേശ കണക്കിന് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടെടുക്കുക. പിന്നെ സ്റ്റൂവിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് വിനീഗർ. വിനീഗർ ചേർക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെയും ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കുന്നുണ്ട്. പക്ഷേ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള വിനീഗർ വേണം. കാരണം ആപ്പിൾ സൈഡർ വിനീഗറിന് ചെറുതായിട്ടൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള വിനീഗർ ചേർത്താൽ മാത്രമായിരിക്കും നമ്മുടെ സ്റ്റൂവിന് അത്യാവശ്യത്തിനുള്ള പുളി കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള വിനീഗർ എടുക്കുക. ഞാനിതിവിടെ റൈസിൻ്റെയാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ എന്തിൻ്റെ ആയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ നെയ്യ് വേണം. ആ നെയ്യൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക.
ഈ നെയ്യിൽ നമ്മൾ കാഷ്നട്ടും പിന്നെ ഉണക്കമുന്തിരിയും വറുത്തിട്ട് ചേർക്കും. ഞാനിവിടെ പൊടിയായിട്ടുള്ള കാഷ്നട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മുഴുവനായിട്ടുള്ള കാഷ്നട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊടിയായിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുന്തിരിക്ക് പകരം കിസ്മിസ് എടുക്കുക. കിസ്മിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞ കളറിൽ ഉണങ്ങിയിട്ടുള്ള മുന്തിരി കിട്ടില്ലേ, അതിനെയാണ് കിസ്മിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മട്ടൺ വേവിച്ചെടുക്കുക. അപ്പോൾ മട്ടൺ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇടാം. എന്തോരം എടുത്തേക്കണമെന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർക്കുക. ആ ഇഞ്ചി മുഴുവനും ചേർക്കണ്ട, അതിനകത്ത് നിന്ന് കുറച്ച് ചേർക്കുക. പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോളയിൽ നിന്ന് ഒരു 1/4 ഭാഗം ഇതിൻ്റെ അടുത്ത് ചേർത്താൽ മതി, ഒരുപാട് വേണ്ട. ഇതും ചേർക്കുക. ഇനി പച്ചമുളക് ചേർക്കുക. പച്ചമുളക് ഒന്ന് 2ആയിട്ടൊന്ന് കീറിയിട്ടിടുക. ഈ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു മധുരവും ചെറുതായിട്ടൊരു പുളിയും ചെറുതായിട്ടൊരു എരിവൊക്കെ ഉണ്ടാവും. അതേപോലെ മട്ടൺ വേവിക്കുമ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതലിടുക. അപ്പോൾ മട്ടൺ വേവിക്കുകയും ആ എരിവ് നന്നായിട്ട് പിടിക്കും. ഇനി ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. കുരുമുളകിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതേപോലെ മട്ടൺ വേവിക്കുന്ന സമയത്ത് ഈ എരിവുള്ള ഇതൊക്കെയും കുറച്ച് കൂടുതൽ ചേർക്കുക. അപ്പോൾ ആ മട്ടൺ വെന്ത് വന്ന് കഴിയുമ്പോൾ അതുമേക്കും ആ എരിവൊക്കെ നന്നായിട്ട് പിടിക്കും. എന്നിട്ട് ഇത് മസാല ആക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കറിവേപ്പില ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കുക. ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുമല്ലോ, ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി മൂടി വെച്ചിട്ട് മട്ടൺ വേവിക്കുക. ഇനി മട്ടൺ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തീ ഓണാക്കുക. അപ്പോൾ ഞാനിവിടെ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെക്കും. അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം മുഴുവനും പോയി കഴിഞ്ഞിട്ട് വേണം കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് പെട്ടെന്ന് സ്റ്റീം കളഞ്ഞിട്ട് കുക്കർ തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മട്ടൺ ശരിക്കും വെന്ത് കിട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് നോക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചില മട്ടനൊക്കെ ചിലപ്പോൾ വേവ് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ നിങ്ങൾ തുറന്ന് നോക്കി കഴിഞ്ഞിട്ട് മട്ടൻ ഒട്ടും വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്നും കൂടിയും കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചാൽ മതി. പക്ഷേ മട്ടൻ വെന്ത് ഒരുപാട് അങ്ങനെ ഉടഞ്ഞു പോരുത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം നന്നായിട്ട് പോയിട്ടുണ്ട്. ഈ കഷ്ണങ്ങളുടെ കൂടെ പിന്നെ തേങ്ങാപ്പാലിൽ ഇട്ടിട്ട് മട്ടൻ ഒന്നുകൂടി വേവിക്കുമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ഇങ്ങനത്തെ മട്ടനേക്കും ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മട്ടനേക്കും ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. അത്യാവശ്യം മട്ടൻ റെഡി ആയിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കുക. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ഡാൽഡ വേണമെന്നുണ്ടെങ്കിൽ ഡാൽഡ ചേർക്കുക. ഡാൽഡ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോൾ ഡാൽഡ ആണെന്നുണ്ടെങ്കിൽ ഡാൽഡ ചേർക്കുക. അതേപോലെ തന്നെ ഡാൽഡ ചേർത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് അതേപോലത്തെ ഒരു വീഡിയോ ഈസ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ചെയ്യാട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോളയും പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം. ഇപ്പോൾ നിങ്ങൾ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കണം. ഇതിനകത്ത് സവോളയ്ക്ക് മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ മല്ലിപ്പൊടി ഇട്ട് വഴിക്കാൻ കരിഞ്ഞു പോകും. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അപ്പോൾ മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. നമ്മൾ മട്ടൺ വേവിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുരുമുളകിൻ്റെ പൊടിയും പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മട്ടൺ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി അങ്ങനെ കുറവുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് രണ്ടാമത് നിങ്ങൾ കുരുമുളകിൻ്റെ പൊടി ചേർത്താൽ മതി. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ ചേർക്കാം. കഷ്ണങ്ങളൊക്കെ ചേർത്ത വഴിക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ അടിയിൽ കിടക്കുന്ന സവോളയൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കണം മട്ടൺ ചേർക്കാം. ഇനി തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം.
ഇതിലേക്ക് ഗരം മസാല ചേർക്കുക. ഗരം മസാല ചേർക്കണേനായിരുന്നാലും കറക്റ്റായിട്ട് ഒരു അളവില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റൂ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോണതിന് മുമ്പ് നമ്മൾ ടേസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇപ്പോൾ ഗരം മസാല കുറവ് പോലെ തോന്നണുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 2-ാം പാലാണ് ചേർക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം 1-ാം പാൽ ചേർത്താൽ മതി. അത് നിങ്ങൾ തേങ്ങാപ്പാൽ അരിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വലിയ ഓട്ടയുള്ള അരിപ്പയിലാണ് തേങ്ങാപ്പാൽ അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നും കൂടി ചെറിയ ഓട്ടയുള്ള അരിപ്പയിൽ അരിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് കണ്ട കുറച്ച് തേങ്ങാപ്പീര ഈ അരിപ്പയിൽ വന്നിട്ടുണ്ട്. ഈ തേങ്ങാപ്പീര ചിലപ്പോൾ ഈ സ്റ്റൂല് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പീര സ്റ്റൂവിൻ്റെ മുകളിൽ ഇങ്ങനെ പിരിഞ്ഞ പോലെ പൊന്തി കിടക്കും. അപ്പോൾ ഒട്ടും തേങ്ങാപ്പീര ഇല്ലാണ്ട് വേണം തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴായിരുന്നാലും അതേപോലെ ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വലിയ അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് കറിയിലേക്കാണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ കറി റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ തേങ്ങാപ്പീരയ്ക്കും കറിയുടെ മുകളിൽ പൊന്തിയിരിക്കും. ഇനി കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി മൂടി വയ്ക്കുക. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. തിളച്ച് പോകാണ്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തേക്കണത് കൊണ്ട് തന്നെ ചിലപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പൊന്തി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇതിനകത്ത് ഗ്രേവിയൊക്കെ ആയിരുന്നാലും ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1-ാം പാൽ ചേർക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. ചിലർ പറയാറുണ്ട് ഇതേപോലെ ഇങ്ങനെ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിരിഞ്ഞ് പോകാറുണ്ടെന്ന്. പക്ഷേ സാധാരണ അങ്ങനെ പിരിയില്ല. ചിലപ്പോൾ നമ്മൾ എടുക്കണ ആ തേങ്ങ ചിലപ്പോൾ പൊട്ടയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് തേങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് ചിലപ്പോൾ ആ തേങ്ങയുടെ കുഴപ്പം കൊണ്ടാവും. ഒരുപാട് ഇട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇതിലേക്ക് വിനീഗർ ചേർക്കുക. വിനീഗർ ചേർക്കണതിന് അങ്ങനെ കറക്റ്റായിട്ട് ഒരളവില്ല. അത് നിങ്ങൾ ഏറ്റവും കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് കഴിഞ്ഞപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം ചില വിനീഗറിന് ചിലപ്പോൾ നല്ല പുളിയായിരിക്കും, ചിലതിന് ചിലപ്പോൾ പുളി കുറവായിരിക്കും. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനകത്ത് പുളിയായിരുന്നാലും ഉപ്പായിരുന്നാലും ഗരം മസാലയൊക്കെ ആയിരുന്നാലും എല്ലാവരും നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുന്തിരിയും കാഷ്നട്ടും നെയ്യിൽ വറുത്തിട്ട് ചേർക്കുക. ഈ ചൂടായ നെയ്യിലേക്ക് കാഷ്നട്ട് ചേർക്കുക. ഇപ്പോൾ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർക്കുക. ഇപ്പോൾ കാഷ്നട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഉണക്കമുന്തിരി ഈ നെയ്യിൽ കിടന്നിട്ട് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഉണക്കമുന്തിരി ഒന്ന് കരിഞ്ഞു പോരുത്. ഇനി ഇത് സ്റ്റൂവിലേക്ക് ചേർക്കാം. ഇപ്പോൾ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്ററിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈസ്റ്ററിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.